അസ്സലാമലൈക്കും. ഞങ്ങൾക്കിന്ന് ചെറിയ ടൂറുണ്ട്. ടൂറ് മറ്റൊന്നുമല്ല, നമ്മളെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണി തീരെ വീടാണ്. അപ്പോൾ ആ വീട്ടിലൊന്ന് പോയിങ്ങാണ്ട് ഒന്ന് സന്ദർശിച്ച് വരാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ സ്റ്റാർട്ടാക്കി. ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ലേശം ലോഡുണ്ട് ബാക്കിൽ, അപ്പോൾ ഒന്ന് നന്നാക്കി ഉഷാറാക്കി പിടിക്കണം. ഓക്കെ. ഹലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ നമ്മൾ കുന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൗണിലേക്കാണ് എത്താൻ പോകുന്നത്. നമ്മൾ കുന്നുകൊണ്ടേ റണ്ണിങ്ങിൽ നിൽക്കുകയാണ്. അതൊക്കെ നമ്മൾ അങ്ങാടിയാണ്. നമ്മൾ അങ്ങാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വഴിയോര കാഴ്ചകൾ കണ്ട് നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത നമ്മൾ അങ്ങാടി കഴിഞ്ഞ് വേറെ അടുത്ത അങ്ങാടിയിലേക്ക് എത്താനായി അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. കാഴ്ചകൾ കാണാണ്ട് നിങ്ങളൊക്കെ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഇഷ്ടംപോലെ കാണങ്ങൾക്ക് ഇഷ്ടംപോലെ കാഴ്ച കാണാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നാട്. നമ്മളെ നാട്ടിലേക്ക് എത്തി. നമ്മളെ വീട് നിൽക്കുന്ന നാട് തോട്ടേക്കാട് എന്ന് പറയും. അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്തിയില്ല കേട്ടോ. വീട്ടിലേക്ക് എത്തണം കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഒരുപാട് പോകാനാണെങ്കിൽ ഒരു ഡബറും തോട്ടം വഴി അങ്ങനെ പോകുന്നുണ്ട്. ഡബറിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകണം. ചെറിയ റോഡാണ്, അടിപൊളി റോഡൊന്നും അല്ല കേട്ടോ. ചെറിയ റോഡാണ് നമുക്കുള്ളത്. ഒരു വണ്ടി ഇങ്ങനെ പോകും. അപ്പം നമ്മളിങ്ങനെ സവാരി ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കട്ട് റോഡ് കൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. വണ്ടി ഭയങ്കര കുലുങ്ങണത്. ഇപ്പോൾ ഭയങ്കര ചളിയുണ്ട്, കാടുണ്ട്, ഭയങ്കര വിടങ്ങേറുള്ള റോഡാണ് കേട്ടോ. ഏതായാലും നമ്മളിത് ബ്ലോഗ് പിടിച്ചാൽ വെക്കാം, അത് മുഴുവനാക്കണമല്ലോ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് വളരെ മോശമാണ്. വണ്ടി ഓടിക്കലും കൂടി നടക്കുന്നില്ല. അതാണ് നമ്മൾ കാണുന്ന വീട്. ആ വെളുത്ത വീടാണ് നമ്മളെ വീട് കേട്ടോ. കണ്ട, അതാണ് ഇപ്പോൾ നമ്മൾ ആ വീട്ടിലേക്കാണ് ഇപ്പോൾ നമുക്ക് എത്തേണ്ടത്. നല്ല കാട് മൂടിയിരിക്കണ്. അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഏതായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്തും. അതാണ് ഈ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട വണ്ടിയിലാണ് നമ്മൾ വന്നത്. ഇത് നമ്മൾ അയൽവാസിൻ്റെ വീടാണ്. അയൽവാസിയല്ല, നമ്മളെ കൂട്ടുകാരനും കൂടിയാണ്. ഇത് നമ്മളെ അയൽവാസി വീടാണ്. അയൽവാസിൻ്റെ വീട്ടിലെ അടുക്കളയാണിത്, ഡൈനിങ് ഹാളാണിത്. ഇത് റൂമാണ്. ഈ റൂമിൽ നിന്ന് നമുക്ക് അത് ബാത്റൂമാണ് കേട്ടോ. നമ്മുടെ അയൽവാസിൻ്റെ ബാത്റൂം സ്റ്റെയർ കേസാണ്. അങ്ങനെ ഒരു ബെഡ്റൂമും കൂടിയാണ്. പണി തീരാത്ത വീടുകളാണെല്ലാം. ഇത് മറ്റൊരു റൂമാണ്. ഇത് നമ്മൾ അവരെ പുറത്തേക്കുള്ള വഴി, സിറ്റ് ഔട്ട്. അങ്ങനെ അവിടെയും പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയാണിത്. കാടാണ്, പിന്നെ ഇഷ്ടംപോലെ കാണാനുള്ളത്. ഒരുപാട് കാടുകളുണ്ട്. പിന്നെ അവിടെ അപ്പുറമൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട കൂട്ടുകാരൻ്റെ കുടിരിക്കലാണ് ഇപ്പോൾ ഈ വരുന്ന 28-ാം തീയതി. പണി തീർന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മളെ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമ്മളെ സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മളതല്ല, വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. അതിൽ നമ്മളെ വീടാണ് ആ വെളുത്ത് കാണുന്ന വീട്. ഇതുവരെ നമുക്കൊന്നും പണി കഴിഞ്ഞിട്ടില്ല, ഫുള്ള് പണി ആയിട്ടില്ല. നമുക്ക് എടുക്കാനാകണുള്ളൂ. ഇത് നമുക്ക് മിച്ച ഭൂമിയിൽ കിട്ടിയതാണ്, ഗവൺമെൻറ് വക. അങ്ങനെ കിട്ടിയ വീടാണ്. പക്ഷേ ഇതുവരെ പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ദയ വേണം, സബ്സ്ക്രൈബ് വേണം, എല്ലാം വേണം. അപ്പോഴേ നമുക്ക് ഇതൊന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഹലോ, ഞങ്ങൾ കാട്ടുകൂടെ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. നല്ല കാടാണ്. പാമ്പ്, ചേര, തേള്, വാള് ഒക്കെ ഉണ്ടാകും. വളരെ സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ പണി കിട്ടും. നല്ല കാടാണ്. വീടിലെത്തി. വീടിൻ്റെ വാതിൽ ലോക്ക് തുറക്കുകയാണ്. നമ്മളെ ലോക്കൊക്കെ അത്യാവശ്യം ലോക്കാണ്. പക്ഷെ വീട് അതിന് മാത്രമല്ലെങ്കിൽ ലോക്ക് ഉഷാറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചന്. കിച്ചണിൽ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഇതിങ്ങനെ നമ്മളെ കിച്ചന്. അങ്ങനെ പോയിട്ട് അവിടുന്ന് പോന്നിട്ട് കിച്ചണിൽ നിന്ന് പോന്നാൽ പിന്നെ ഇവിടെ ബാത്റൂം. നമ്മളെ ബാത്റൂമാണിത്. ഒന്നും വാതിലും പൊളിയൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ കിടക്കുകയാണ്. അതേമാതിരി കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് ഹാളാണ്. ഇത് ഡൈനിങ് ഹാളാണ്. ഓക്കെ. അവിടുന്ന് പിന്നെ എല്ലായിടത്തേക്കും പാസ്സാകാം. ഇത് ഒരു ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂം ചെറുതാണ് കേട്ടോ. ചെറിയതാണ്, ഒക്കെ ചെറിയതാണ്. ഇത് ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കിടക്കുന്നുണ്ട്. ഇതും ഒരു ബെഡ്റൂമാണ്. ഇതും ചെറിയ തന്നെയാണ്. അപ്പം അങ്ങനെ 2 ബെഡ്റൂമിൽ ഒരു ഡൈനിങ് ഹാള്, ഒരു അടുക്കള, ഒരു
ബാത്റൂം, അങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ മൊത്തം നിലനിൽപ്പ്. അപ്പം അങ്ങനെയാണ് വീട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് കേട്ടോ അത്. ഇതിൻ്റെ നമ്മൾ ഉൾഭാഗമല്ലേ കണ്ടിട്ടുള്ളൂ, ഇതിൻ്റെ പുറഭാഗങ്ങളാണ്. കാടാണ് ഫുള്ളായിട്ട്. അപ്പോൾ കാടുകളിൽ ഒരു പണി എടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മയിലുകൾ താമസിക്കുന്ന സ്ഥലം. മയില്, പിന്നെ കുരങ്ങ്, പന്നി, എല്ലാ ആളുകളും ഇവിടെ നമ്മളെ കൂടുതൽ താമസിക്കാൻ വരും. ഓലൊക്കെ നമ്മൾ സഹകരിച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിന്മേ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സഹായിക്കൂ, പൊന്തിക്കൂ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മയിലിട്ടോ. ഇനി ഇവരൊന്നല്ല, ഇനി ഇഷ്ടംപോലെ വരാണ്ട്. ഓരോരാളെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ട് നിൽക്കണുള്ളൂ, എത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഇനി കൂടുതൽ വീഡിയോയിൽ കൂടെ മയിലുകൾ ഇഷ്ടംപോലെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓക്കെ.